switch it up like that. സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫിയുടെ രംഗത്ത് എന്നും മികച്ച ഫീച്ചേഴ്സുമായിട്ടാണ് ഹുവാവെ എത്താറുള്ളത്. എന്നാൽ ഇത്തവണ വളരെ വിപ്ലവകരമായ ലൈക്ക ട്രിപ്പിൾ ക്യാമറയോടുകൂടിയാണ് ഹുവാവെ P20 Pro നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് മുമ്പ് എവർക്കും ഗെറ്റ് റിസൾട്ട് എന്ന ചാനലിലേക്ക് സ്വാഗതം. ക്യാമറയുടെ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് നമുക്ക് ബാക്കിയുള്ള ഫീച്ചേഴ്സിലൂടെ ഒന്ന് കടന്നു പോകാം. 3D ഗ്ലാസ് പാനലുകൾ ഒരുമിച്ച് വെച്ച് അറ്റം കർവ് ചെയ്ത രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കയ്യിൽ നല്ല ഗ്രിപ്പോട് തന്നെ നിൽക്കുകയും ഒരു കൈ കൊണ്ട് തന്നെ വളരെ കംഫർട്ടായി യൂസ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. നെക്സ്റ്റ് ജനറേഷൻ സ്ക്രീൻ ടെക്നോളജിയായ ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് നൽകിയിരിക്കുന്നത്. ഏറ്റവും താഴ്ഭാഗത്തായി ഫിംഗർ പ്രിൻറ്റ് സെൻസറിന് കൊടുത്ത ഭാഗമൊഴികെ 15.49 സെൻറ്റിമീറ്റർ OLED ഡിസ്പ്ലേ ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ മുഴുവൻ സ്ക്രീൻ ഉണ്ടെന്ന ഫീൽ നമുക്ക് ലഭിക്കുന്നതാണ്. P20 Pro ലോകത്തിൽ തന്നെ ആദ്യമായി ലൈക്ക ട്രിപ്പിൾ ക്യാമറയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ക്രിയേറ്റീവായ മൊബൈൽ ഫോട്ടോഗ്രാഫിയുടെ അതിർവരമ്പുകളെ പിഴുതെറിയുന്നു. ഇതിലൂടെ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഏത് അറ്റ്മോസ്ഫറിക് ക്ലൈമറ്റിലും നമുക്ക് മികച്ച രീതിയിൽ ഫോട്ടോസ് എടുക്കാൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. നിലവിൽ സ്മാർട്ട് ഫോണുകളിൽ ഏറ്റവും നല്ല ക്യാമറ ഏത് ഫോണിനാണുള്ളത് എന്ന ചോദ്യത്തിന് മറ്റെവിടെയും പോകേണ്ടതില്ല. അത് ഹുവാവെയുടെ P20 Proയ്ക്ക് തന്നെ സ്വന്തം. 40 MB RGB ക്യാമറയാണ് ഈ ഫോണിന് നൽകിയിരിക്കുന്നത്. അത് നമ്മളെടുക്കുന്ന എല്ലാ ഷോട്ടുകളുടെയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഷാർപ്നെസ്സും കളർ ആക്യുറസിയും ഫോക്കസും ക്ലാരിറ്റിയും എല്ലാം നൽകുന്നു. ലൈക്കയുടെ സൂം ലെൻസ് സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ട് P20 Proയ്ക്ക് 5x ഹൈബ്രിഡ് സൂം ലഭ്യമാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നിശ്ചിത അകലത്ത് നിന്ന് ഒരു വസ്തുവിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ ആ വസ്തുവിൻ്റെ അടുത്ത് തന്നെ നിന്ന് എടുക്കുന്നത് മാതിരിയുള്ള ക്ലാരിറ്റിയും ഷാർപ്നെസ്സും നമുക്ക് ലഭ്യമാവുന്നതാണ്. AIയുടെ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് നൈറ്റ് മോഡ് ഉപയോഗിച്ച് ലോ ലൈറ്റിൽ ഇൻക്രെഡിബിളായി നമുക്ക് ബ്ലറൊന്നുമില്ലാതെ ഫോട്ടോസ് എടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ മറ്റൊരു പ്രധാന ഫീച്ചറാണ് സൂപ്പർ സ്ലോ മോഷൻ. 960 ഫ്രെയിംസ് പെർ സെക്കൻഡ് എന്ന സ്പീഡിലാണ് ഇതിൻ്റെ സ്ലോ മോഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല മൊമെൻറ്റ്സ് നല്ല രീതിയിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെയുള്ളത് 24 MBയുടെ ഫ്രണ്ട് ക്യാമറയാണ് ഇതിന് നൽകിയിരിക്കുന്നത്. അത് നമുക്ക് നല്ല ഒരു സെൽഫി നല്ല 3D പോർട്രേറ്റ് മോഡിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്നു. പിന്നെ AI ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ 19 വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ഫോട്ടോസ് ഈ ക്യാമറയ്ക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. അതായത് നമുക്കിപ്പോൾ നമ്മളൊരു പൂച്ചയുടെയോ അല്ലെങ്കിൽ ഒരു ഫുഡിൻ്റെയോ അല്ലെങ്കിൽ ഒരു ബീച്ചത്തെ ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ ലൈറ്റിങ്ങും മറ്റു സെറ്റിങ്സുകളും അഡ്ജസ്റ്റ് ചെയ്ത് അത് ഏത് തരത്തിലുള്ള ഫോട്ടോസാണെന്ന് ഇതിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. നമ്മളൊരു ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ P20 Pro അപ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റായി നമുക്ക് ലേഔട്ട് പ്രിഫറൻസും ഓരോന്നും സജസ്റ്റ് ചെയ്യുകയും നമുക്ക് നമ്മളുടെ ഫോട്ടോഗ്രാഫ് ഒരു പ്രൊഫഷണൽ ഫ്രെയിമിംഗ് ലുക്ക് സ്റ്റാൻഡേർഡിലേക്ക് മാറ്റുവാൻ ഈ P20 Proയുടെ ക്യാമറ നമ്മളെ സഹായിക്കുന്നു. കിറിൻ 970 ചിപ്സെറ്റിലാണ് ഈ ഫോൺ വർക്ക് ചെയ്യുന്നത്. ഈ ഫോണിൽ നല്ലൊരു ഓഡിയോ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സിസ്റ്റവുമായി കോപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ ഫോണിലെ ഓഡിയോ സിസ്റ്റം ഉള്ളത്. 4000 mAh ബാറ്ററിയാണ് ഈ ഫോണിന് നൽകിയിരിക്കുന്നത്. അത് നമുക്ക് നല്ല ബാക്കപ്പുള്ള നല്ലൊരു ബാറ്ററി നല്ല സ്റ്റാൻഡ് ബൈ ആയി നിന്നുകൊണ്ട് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 6GB റാമും 128 GB ഇൻറ്റേർണൽ മെമ്മറിയുമാണ് ഈ ഫോണിന് നൽകിയിരിക്കുന്നത്. ബ്ലാക്ക്, ബ്ലൂ, ട്വിലൈറ്റ് എന്നീ കളർ വേരിയൻസിലാണ് നമുക്ക് ഈ ഫോൺ ലഭ്യമാവുന്നത്. 64,999 രൂപയ്ക്കാണ് ഈ ഫോൺ നിലവിൽ ലഭ്യമാവുന്നത്. ആ പൈസക്ക് ഒതുങ്ങുന്ന ഫീച്ചേഴ്സ് തന്നെയാണ് ഈ ഫോണിനുള്ളത്. അതായത് അത്രയും മികച്ച ഫീച്ചേഴ്സാണ് ഈ ഫോണിനുള്ളത്. ഇതിൻ്റെ ക്യാമറ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ലൈക്കയുടെ ട്രിപ്പിൾ ക്യാമറയാണ്. അതും ലോകത്തിൽ തന്നെ ആദ്യമായി ഉപയോഗിക്കുന്ന ഫോണാണ് ഹുവാവേയുടെ P20 Pro. നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ
ഉപകാരപ്രദമായി എന്ന് തോന്നുമെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.